ഭാരതമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ദിവ്യ വെളിച്ചത്തിന്റെ സദ്വാർത്ത അറിയിക്കാൻ വേണ്ടി കാതങ്ങൾ താണ്ടി സാഹസിക യാത്രകൾ ചെയ്ത് ഭാരതത്തിൽ അയാൾ കാൽകുത്തി. കാലചക്രത്തിന്റെ വെല്ലുവിളികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ധീരതയോടെ അജ്ഞരും ആലംബഹീനരുമായ ജനങ്ങളുടെ മനസ്സിൽ വിശ്വാസത്തിന്റെ വെളിച്ചം പകർന്നു. തോമായുടെ നടപടികൾ എന്ന അപ്പോക്രിഫൽ ഗ്രന്ഥത്തെ ആധാരമാക്കി ഞങ്ങൾ അഭിമാന പുരസ്സരം സമർപ്പിക്കുന്നു. വെളിച്ചത്തിന്റെ സഞ്ചാരി. AD 52 ദേവരാജ ചക്രവർത്തിയുടെ ഭരണകാലം. ചന്ദ്രസേന, കാര്യങ്ങൾ നാം വിചാരിച്ച പോലെയല്ല. കൊട്ടാരം പണികൾ പണിയാനേൽപ്പിച്ച വാസ്തുശില്പിയുമില്ല, അതിനുള്ള തടിയുമില്ല. മഹാരാജൻ, തെക്കൻ കാറ്റിന്റെ ഗതി മാറിയിരിക്കുന്നത് അങ്ങ് കാണുന്നില്ലേ? ഒരുപക്ഷെ ശില്പിക്കും തടിക്കും കടലിൽ വഴി തെറ്റിയിട്ടുണ്ടാവാം. കൊട്ടാരത്തിന് അടിത്തറയിട്ടത് മുതൽ നാം ഓരോ വിഘ്നവും അറിയുന്നു. എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കണം. മഹാരാജൻ, അതാ നോക്കൂ, സായിപ്പിന്റെ മുദ്ര പതിപ്പിച്ച ഒരു പായ്ക്കപ്പൽ. അതിൽ ആ ശില്പി ഉണ്ടാവും, ഉറപ്പ്. എവിടെ? ദേവരാജ ചക്രവർത്തിയുടെ പ്രവിശ്യയിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ഡിയന് ഈ മണ്ണിൽ കാലുകുത്താൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ശേഷവിദ്യകൾ അഭ്യസിച്ച ഒരു ശില്പിയും അതിലുപരി ഒരു മാന്ത്രികനും മലനാടുകൾ താണ്ടിയ ഒരു സഞ്ചാരി കൂടിയാണ് താങ്കളെന്ന് നാം അറിഞ്ഞിരിക്കുന്നു. അതൊന്നും എന്റെയല്ല, എന്റെ ഗുരുവിന്റെ. അവന്റെ വെളിച്ചം നാടെങ്ങും പരത്തുവാൻ വന്ന ഒരു ദാസൻ മാത്രമാണ് ഞാൻ. അങ്ങനെയെങ്കിൽ കൊട്ടാരം പണികൾ പൂർത്തിയാകുന്നത് വരെ താങ്കൾക്ക് ഇവിടെ തങ്ങാം. എന്നാൽ ഞാൻ ഈ സാധാരണ തുറക്കാരുടെ കൂടെ എന്റെ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ താങ്കളുടെ ചിത്തം പോലെ ആകട്ടെ. ചന്ദ്രസേന, നിന്റെ ഒരു കണ്ണ് എപ്പോഴും അയാളുടെ മേൽ ഉണ്ടാകണം. രാജസന്നിധിയിലെ സുഖങ്ങൾ വിട്ട് ഒരാൾ സാധാരണ മുക്കുവരുടെ ഇടയിലേക്ക് പോകണമെങ്കിൽ എന്തോ ദുരുദ്ദേശമുണ്ട്. കടലിനക്കരെ പോണോരേ, കാണാ പൊന്നിന് പോണോരേ. കടലിനക്കരെ പോണോരേ, കാണാ പൊന്നിന് പോണോരേ. പോയി വരുമ്പോഴെന്ത് കൊണ്ടുവരും? കൈ നിറയെ പോയി വരുമ്പോഴെന്ത് കൊണ്ടുവരും? 14 രാവിലെ പാലാഴിത്തിരയിലെ മത്സ്യകന്യകമാരുടെ മാണിക്ക കല്ല് തരാമോ? ചന്ദനത്തോടിയടി പോണോരേ, നിങ്ങൾ പോയി 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 വരുമ്പോൾ. ചന്ദനത്തോടിയടി പോണോരേ, നിങ്ങൾ പോയി 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 വരുമ്പോൾ. പെണ്ണില പൊയ്കയിലെ വാവും നാളിലെ പൊൻപൂമീനിനെ കൊണ്ട് തരാമോ? അപ്പ, വലയൊക്കെ ഓട്ടയാണ് കേട്ടാ. മാറ്റേണ്ട സമയം കഴിഞ്ഞ്. ഈ കർക്കിടകപ്പെയ്ത്ത് അങ്ങാട്ട് തീരട്ടെ. മാനെ, നീ അറിഞ്ഞ രാജാവിന്റെ കൊട്ടാരം പണിയാനുള്ള തടി കരക്കടിഞ്ഞു?
അപ്പൊ കൊട്ടാരം പണിയാനുള്ള ശില്പി തുറയിലെത്തിയ അദ്ദേഹം ശില്പി മാത്രമല്ല കേട്ടാ, മഹാസിദ്ധനായ ഒരു മന്ത്രവാദി കൂടിയാണെന്ന് തുറക്കാര് പറയണത് കേട്ട. അപ്പ തിരയിളക്കി കേട്ടാ, ഞാനങ്ങാട്ട് വഞ്ചിയായി പോവാണ് കേട്ടാ. മാനെ സൂക്ഷിച്ചു പോകണം കേട്ടോ, നല്ല തിരയുള്ള സമയമാണ്. ഈ അപ്പന് നീ മാത്രമേ ഉള്ളൂ കേട്ടോ. എന്റെ പൊന്നപ്പ, എന്താണിത്? ഞാൻ ആദ്യമായിട്ട് കടലിൽ മീൻ പിടിക്കാൻ പോണ പോലെയുണ്ട്. അപ്പന്റെ കാട്ടായം കണ്ടാല് നമ്മ കാത്തോളുന്നേ. ആ അപ്പൊ നിങ്ങളാണെന്റെ തുറക്കാര് പറഞ്ഞ ആ ശില്പി? ആട്ടെ, എവിടുന്ന? അങ്ങ് ദൂരെ കുറെ നാടുകൾ താണ്ടി ഇപ്പോൾ ഇതാ ഇവിടെ എന്റെ രാജാവിന്റെ കൊട്ടാരം പണിയും. ഓ, അപ്പൊ നിങ്ങ പറഞ്ഞ രാജാവ് വലിയ കോടീശ്വരനായിരിക്കും അല്ലേ? എന്താണ് ആ രാജാവിന്റെ പേര്? ആ രാജാവിന്റെ പേര് യേശു ക്രിസ്തു, ലോകം കാത്തിരുന്ന ദൈവപുത്രൻ. നാടെങ്ങും ചുറ്റി സഞ്ചരിച്ച് സ്നേഹത്തിന്റെ സത്വാർത്ത അറിയിച്ച എന്റെ നാഥൻ, ഭാവിയെ ചേർത്ത് പിടിച്ചവൻ, അന്ധനെ കാഴ്ച നൽകിയവൻ, മരിച്ചവരെ പോലും ഉയർപ്പിച്ചവൻ, സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പഠിപ്പിച്ചവൻ. അങ്ങനെ ഒരു രാജാവോ? ഞങ്ങള് തുറക്കാര് ഇങ്ങനെ ഒരു രാജാവിനെ പറ്റി കേട്ടിട്ടില്ലല്ലോ. എന്നിട്ട് ആ രാജാവ് എവിടെ? സ്നേഹത്തിന്റെ വിപ്ലവം പഠിപ്പിച്ച എന്റെ ഗുരുവിനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി റോമാ സാമ്രാജ്യം കുരിശിൽ തറച്ചു കൊന്നു. എന്നാൽ മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് 3-ാം ദിനം ഉയർത്തെഴുന്നേറ്റു. സത്യത്തിൽ അവൻ മരിച്ചത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ്. ആ ലോകരക്ഷകനെ നിങ്ങൾക്ക് നൽകുവാൻ വിളിക്കപ്പെട്ടവനാണ് ഞാൻ. എങ്കിൽ ആ ദൈവപുത്രന്റെ രാജ്യത്തിലോട്ട് നീ ഞങ്ങളെ കൂടി അങ്ങ് കൂട്ട്. കേളപ്പേട്ട, ഞാൻ പറയണത് നിങ്ങൾ സമാധാനമായിട്ട് കേൾക്കണം. പതിവിലും വിപരീതമായി തെക്കൻ കാറ്റ് ആഞ്ഞു വീശി നിങ്ങളുടെ മകാൻ പോയ കപ്പല് നടുക്കടലിൽ താണു. അവന്റെ ശരീരം ഇപ്പോ നമ്മുടെ കടാപ്പുറത്ത് അടിഞ്ഞിട്ടുണ്ട്. മകാനെ, എന്റെ പൊന്നു മകാനെ, അപ്പനെ ഒന്ന് നോക്കടാ. നിന്നെ കണ്ടിട്ട് ഈ അപ്പന് കൊതി തീർന്നിട്ടില്ലടാ. നീക്കൊന്ന് കണ്ണു തുറക്കടാ. അപ്പനൊന്ന് നിന്നെ കാണട്ടടാ മകാനെ. നീ എന്നെ പറഞ്ഞത് നിന്റെ ദൈവം മരിച്ചവരെ പോലെ ഉയർപ്പിച്ചിട്ടുണ്ടെന്ന്. നിന്റെ കാല് പിടിക്കാം. എന്റെ മകന്റെ ജീവൻ തിരിച്ചുതാ. മരണത്തിന്റെ ഇരുൾ നിറഞ്ഞ വഴികളിൽ നിന്നും ലാസറിനെയും ജായിറോസിന്റെ മകളെയും നാനിയിലെ ആ പാവപ്പെട്ട അമ്മയുടെ മകനെയും ഉയർപ്പിച്ച തമ്പുരാനെ,
ഈ മകനെ നീ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമേ. ജീവിതത്തെ കാണാത്ത ഇവനെ ജീവിതത്തിന്റെ വസന്തങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാൻ അനുവദിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, എഴുന്നേൽക്കുക. അപ്പാ, മകാനേ, ഇതെന്തൊരു അത്ഭുതം! അന്യ ദൈവങ്ങളെ ആരാധിച്ച എന്റെ കണ്ണുകൾക്ക് എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. രോഗികളെ സുഖപ്പെടുത്തുന്ന, എന്തിനേറെ മരിച്ചവരെ പോലും രക്ഷിക്കുന്ന യേശു ക്രിസ്തുവാണ് യഥാർത്ഥ ദൈവം. നിന്റെ രാജ്യത്തിലേക്ക് ഞങ്ങളെയും കൂടി ചേർക്കണമേ. മഹാരാജൻ, നമ്മൾ നനച്ചതുപോലെ സംഭവിച്ചിരിക്കുന്നു. ആ തോമസ് എല്ലാവരെയും അവന്റെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുകയാണ്. ചന്ദ്രസേന, എങ്കിൽ അങ്ങനെയുള്ളവരെ നമ്മുടെ വാളിനിരയാക്കാൻ നാം കൽപ്പിക്കുന്നു. ക്ഷമിക്കണം രാജൻ, അങ്ങനെയെങ്കിൽ ആദ്യം വധിക്കേണ്ടത് അങ്ങയുടെ പത്നിയാണ്. എന്ത്? എങ്കിൽ ജനത്തിനു വേണ്ടി ഒരുവൻ തന്നെ മരിക്കട്ടെ. ചന്ദ്രസേന, അവന്റെ ശരീരം കഴുകന്മാർ വലിച്ചു കയറുന്നത് നമുക്ക് കാണണം. വേഗമാകട്ടെ. നീയാകുന്ന വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്ന ഈ പാപിയെ അങ്ങയുടെ രാജ്യത്തിൽ പങ്കു ചേർക്കണമേ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ. വരുവൻ, നമുക്കും അവനോടുകൂടെ പോയി മരിക്കാം.